മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട്. മഹാനായ സഅദേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു പഴം തിന്നതിൻ്റെ പേരിലാണ്. ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട്. എന്താ നിന്റെ ചിന്ത? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരു നേരത്തെ ഒരൊറ്റ തവണ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദം നബി അലൈഹിസ്സലാം ചെയ്തു പോയ ഒരൊറ്റ പഴം ഭക്ഷിച്ചതിൻ്റെ പേരിലാണ് ഇറങ്ങിപ്പൊയ്ക്കോളൂ എന്ന് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത്. ഒരൊറ്റ പഴം തിന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ആദമിന് അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചപ്പോഴാണ് ഉഖ്റുജു മിൻഹാ ഫഇന്നക റജീം ഫഇന്ന ലക അല്ലാ തതകബ്ബറ ഫീഹാ, ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇബ്ലീസ്, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന്. അല്ലാഹു സ്വർഗ്ഗലോകത്ത് നിന്ന് അട്ടിപ്പായിപ്പിച്ചത് ഒരു സുജൂദ് ചെയ്യാൻ മടിച്ചതിൻ്റെ പേരിലാ. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, ഒരു നിസ്കാരത്തിലെ എത്ര സുജൂദാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത്? ആലോചിക്കണം. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ അല്ലാഹു അട്ടിയോടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് സഅദേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഗവർണറായിരിക്കെ അമീറുൽ മുഅ്മിനീൻ എഴുതി കൊടുക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പേടിച്ചപ്പോഴാണ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അവർ മദീനത്ത് നിന്ന് കല്യാണം കഴിച്ചൊരു സ്വഹാബിയാണ്. ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു. ഇതൊക്കെ ദുനിയാവ് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ്. അതിൻ്റെയൊക്കെ സാമ്പിളുകൾ അല്ലാഹു തആല അന്ന് തന്നെ കാണിച്ചെന്ന്. ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത്. എന്ത് നമ്മൾ ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ അബ്അദ ഖദ് സനാ യാ റസൂലല്ലാഹ്. ആരാരുമില്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് സിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, പിശാച് പലതും മോഹിപ്പിക്കും. പിശാച് പറയും കുഴപ്പമില്ലല്ലോ, പിശാച് പറയും ആരും അറിയില്ലല്ലോ, പിശാച് പറയും ഇത് ഒരിക്കലാണല്ലോ, പിശാച് പറയും തിരക്കേടില്ലല്ലോ. തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച് വിട്ടുനിൽക്കും, എന്നെ കുറ്റം പറയല്ലേ എന്ന്. ഇതാണ് തിന്മയുടെ വിഷയം. ഇത് തന്നെ സംഭവിച്ചു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചു പോയി. തിന്മ സംഭവിച്ചു പോയി. എന്താ മുഅ്മിനെ? ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ. അത് നിങ്ങളെ ജില്ലക്കാരനാണ്. പക്ഷെ ആളെ പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. ഇവിടെ അല്ല, ഗൾഫിൽ വ്യഭിചാരം സംഭവിച്ചു. ഞാൻ അന്തം വിട്ടുപോയി റബ്ബേ. ഇങ്ങനെ അതും എപ്പോഴും ദിക്റും സ്വലാത്തും ചൊല്ലി നടക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ സ്വാലിഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദന്മാരുടെ കൂടെ ഒക്കെ പരിചയമുള്ള ആൾ. മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വലാത്തും ദിക്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ. നമ്മളൊക്കെ പിശാച് തട്ടിക്കൊണ്ടുപോകും. ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകും. എത്ര അച്ചടക്കമുള്ള മക്കളാണ് മദ്രസയിൽ 8ഉം 10ഉം കൊല്ലം പഠിച്ച പെൺകുട്ടികളാണ് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ആലോചിക്കണം, പഠിക്കാത്തതുകൊണ്ടാണോ? ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ ഇറങ്ങിപ്പോണില്ലേ? ചാടിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കന്മാരില്ലേ? ഇവരൊക്കെ പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, ഒരു നേരത്തെ പിശാച് ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോളി. അള്ളാഹു കാവൽ തരട്ടെ, അള്ളാഹു കാവൽ തരട്ടെ. ഇങ്ങനൊരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടവൻ ഞാൻ അത്ഭുതപ്പെട്ടു. യാ റബ്ബേ, ഇങ്ങനെ സംഭവിക്കോ? ഇങ്ങനെ സംഭവിക്കോ? കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ, അവന് ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഓർക്കും, നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. മനുഷ്യന്മാർ അറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ വേജാറാണ്. ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചവനും തമ്മിലുള്ള വിഷയമാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ മസ്അല ചോദിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. എന്തൊരു വിഷമം. ഇന്നൽ അബ്അദ ഖദ് സനാ, നബിയേ അല്ലാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ട് നബിയേ. ഞാൻ പറഞ്ഞ വാക്കാണ് അബ്അദ്, ഞാൻ അകന്നു പോയല്ലോ നബിയേ. ബോധമുണ്ടായിരുന്ന നല്ല ആളാ, പക്ഷെ എന്ത് ചെയ്തു, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി നബിയേ. അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഇബ്തഇദ്, പോ ഇവിടുന്ന് പോ മായിസ്, നിങ്ങൾ എന്തായി പറയുന്നത്, പോന്ന് പറഞ്ഞു. അട്ടി ഓടിച്ചു. വീണ്ടും വന്നു. സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ഇമാം അബൂ ഹക്കീം മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച് ഒരുപാട്, തിർമിദി ഇമാം, ഒരുപാട് സ്വഹാബികൾ വന്നിട്ടുള്ള അതിൻ്റെ മുജ്മലായി എടുത്താൽ അതിൻ്റെ ആകത്തുക ഭയങ്കര അത്ഭുതമാണ്. ആ സംഭവം പോകാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും വന്ന് പറഞ്ഞു, ഇന്നൽ അബ്അദ ഖദ് സനാ, നബിയേ അല്ലാഹുവിൽ നിന്ന് ദൂരെയായി പോയ ഞാൻ വ്യഭിചരിച്ചല്ലോ നബിയേ, പോന്ന് പറഞ്ഞു. തുബ് ഇലല്ലാഹി വസ്തഗ്ഫിർ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്ക്, തൗബ ചെയ്യ്, പോ എന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ചു വന്നു. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങളൊന്ന് നോക്കിൻ, അബിഹി ജുനൂൻ, മായിസിന് ഭ്രാന്തുണ്ടോ എന്ന് പോയി നോക്കിൻ സ്വഹാബത്തെ. അവർ പറഞ്ഞു, നബിയേ മാ അറഫ്നാ ബിഹി ജുനൂന, ഭ്രാന്തുള്ളതായിട്ട് ഞങ്ങൾക്കറിവില്ല നബിയേ. സ്വഹാബി പിന്നെയും വന്നു, നബിയേ എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ, ശുദ്ധിയാക്കണം. നബി തങ്ങൾ പറഞ്ഞു, മായിസേ നിങ്ങൾ പോകിൻ. തങ്ങൾ ചോദിച്ചു, ഹൽ ശരിബൽ ഖംർ, കള്ളു കുടിച്ചു വന്നതാണോ? ഇസ്തൻകിഹു, അയാളുടെ വായൊന്ന് വാസനിച്ചു നോക്കിൻ. സഹാബത്ത് പറഞ്ഞു, നബിയേ മദ്യപിച്ചിട്ടില്ല നബിയേ, മദ്യപിച്ചിട്ടില്ല, ബോധത്തിൽ തന്നെയാണ്. തങ്ങൾ ചോദിച്ചു, അതദരി മാ തഖൂൽ, മായിസേ നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഉണ്ട് നബിയേ, ബോധ്യമുണ്ട്. ഹലാലായിട്ടൊരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് അനുഭവിക്കുന്നതെന്തോ അത് ഞാൻ ഹറാമായി അനുഭവിച്ചു നബിയേ. തുഹിർനി, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടി എന്താണെന്നറിയുമോ? നിങ്ങൾ ശുദ്ധീകരിക്കണമെന്നല്ലേ, എറിഞ്ഞു കൊല്ലണമെന്നാണ്. അറിയുമോ? അറിയാം നബിയെ, എറിഞ്ഞു കൊല്ലലാണ്, എനിക്കറിയാം, എന്നെ എറിഞ്ഞു കൊന്നേക്കും. എന്നാലും ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, ഈ സമൂഹത്തിന് അല്ലാഹു റഹ്മത്ത് ചെയ്തിട്ടുണ്ടെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയെ. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, ദുന്യാവിൽ ഒരു തെറ്റിന് ശിക്ഷ അനുഭവിച്ചാൽ രണ്ടാമത് പിന്നെ ആഖിറത്തിൽ ശിക്ഷിക്കില്ലെന്നങ്ങ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയെ. ഞാൻ ഇവിടെ നിന്ന് ശിക്ഷ വാങ്ങിച്ചു കൊള്ളാം നബിയെ, നാളെ ആഖിറത്തിലേക്ക് ഞാനത് മാറ്റിവെക്കുന്നില്ല. എൻ്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറുണ്ട്. എന്തേ കാരണമെന്ന്? ചില തെറ്റുകളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് കാരണം പറഞ്ഞു തരാറില്ല. അതിൽപ്പെട്ട ഒരു തിന്മയാണ് വ്യഭിചാരം. അല്ലാഹു പറഞ്ഞ കാരണം, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് മോശമായ വഴിയാണത്, അത് മോശമാണ്, നിങ്ങൾ അരികത്തേക്ക് പോകല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ആഹ്വാനം ചെയ്തില്ലേ? കള്ളിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധി നശിപ്പിക്കും. കള്ളിനെ കുറിച്ച് പറഞ്ഞു, അത് പിശാച് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ എടുക്കുന്ന പരിപാടിയാണ്. പിശാച് നിങ്ങളെ കുടുംബം തെറ്റിക്കാൻ എടുക്കുന്നതാണ്. പിശാച് നിങ്ങളെ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്ന പരിപാടിയാണത്, പോകല്ലേ. പലിശയെക്കുറിച്ച് കാരണം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞു. വ്യഭിചാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? വ്യഭിചാരത്തിൽ കുട്ടികളുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുട്ടികളില്ലാത്ത രീതിയിലോ? അതൊന്നുമല്ല. അല്ലാഹു പറഞ്ഞു ചെയ്യല്ലേ. എന്തിനാണെന്നറിയോ? കാരണം പറഞ്ഞ് മാത്രം കമാൻഡ് ചെയ്താൽ നമ്മൾ ആ കാരണത്തെയാണ് ശ്രദ്ധിക്കുന്നത്, ഇത് ആരാ പറയണത് എന്ന് ശ്രദ്ധിക്കണില്ല. നമ്മൾ അള്ളാന്റെ അബ്ദായിട്ടുണ്ടോ? അള്ളാന്റെ അടിമ. എന്താ അടിമ എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥൻ പറഞ്ഞു ഈ പറമ്പ് മുഴുവൻ കളച്ച് ചാല് കീറ്. എന്തിനാ യജമാനെ ഞാൻ ഈ ചെയ്യുന്നത്? നീ അത് ചോദിക്കേണ്ട, നീ നിന്റെ പണിയെടുത്തോ. ഇതാണ് ഉടമസ്ഥൻ പറയാ. ഇങ്ങനെ നമുക്ക് അള്ളാഹ് അനുസരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. എല്ലാറ്റിനും കാരണം പറഞ്ഞെന്നാൽ ഇത് നടക്കൂല, അത് അനുസരണം എന്ന് പറയില്ല. നമ്മൾ നോമ്പ് വെൽക്കും, എന്തേ ഏതായാലും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, ഡോക്ടർ പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട, എന്നാൽ പിന്നെ സുന്നത്ത് നോമ്പായിക്കോട്ടെ. ഇതിനൊന്നും കൂലി കിട്ടൂല ചങ്ങായിമാരെ, ഇതിനൊന്നും അള്ളാഹിൻ്റെ കൂലി കിട്ടൂല. വെയിറ്റ് ഉറക്കാൻ വേണ്ടി നോമ്പ് വെൽക്കേ, അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി ഖുർബത്തുൻ യതഖറബു ബിഹിൽ അബ്ദു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാ നോമ്പ്.
നിസ്കാരം എന്ത് നല്ല യോഗക്ക് നല്ല ഉഷാറെന്നല്ല പറഞ്ഞത്, യോഗാഭ്യാസം. ഞാൻ യോഗക്ക് പോകുന്നില്ല, ഞാൻ നിസ്കരിക്കുകയാണ്. അതൊന്നും അള്ളാഹിൻ്റെ അനുസരണമല്ല, അത് നിക്കാര്യം കിട്ടാൻ വേണ്ടി നടക്കുക. സക്കാത്തും അതിൻ്റെയൊക്കെ ചില വിഷയം അങ്ങനെയാണ്. സക്കാത്ത് ചാരിറ്റി നല്ലതല്ലേ, സഹായിക്കൽ. ഹജ്ജോ അത് ഈ പറഞ്ഞ പോലെ കാരണം പറഞ്ഞു തന്നിട്ടില്ല. എന്തിനാണ് ഈ ഹജ്ജ് ചെയ്യുന്നത്? എന്താ ഞാൻ ഈ കാബിൻ്റെ അടുത്ത് പോയി ചുറ്റുന്നത്? എന്താ ഞാൻ ഈ സഫാൻ പറഞ്ഞു? ഞാൻ എന്തിന് നടക്കണം ഈ അറഫയ്ക്ക്? ഞാൻ എന്തിന് മിനയിൽ പോകണം? അവിടെ എന്താ എനിക്കുള്ള ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് നീ കേട്ടോ. അതാണ് ഹജ്ജ്. അപ്പോഴാണ് ഇസ്ലാം പൂർത്തിയാവുക. എന്നതുപോലെ കാരണം പറഞ്ഞു തരാതെ അടുക്കല്ലേ എന്ന് പറഞ്ഞ് ഇത് മോശമാണ് എന്നും മാത്രം പറഞ്ഞു നിർത്തിയ ഒരു വിഷയത്തിലാണ് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് നേരിട്ട് തൗബ ചെയ്ത് മടങ്ങാമായിരുന്ന വിഷയം. നബിയെ, നിങ്ങൾ എന്നെ ശുദ്ധീകരിക്കണം. നാളെ ഖബറിൽ, നാളെ മഹ്ശറായിൽ, നാളെ അല്ലാഹുവിന്റെ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയില്ല നബിയെ, സഹിക്കാൻ കഴിയില്ല, ശുദ്ധിയാക്കി തരണം. ഫറജമൂ, എല്ലാവരും കൂടി എറിഞ്ഞു കൊല്ലുകയാണുണ്ടായത് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ. വധിക്കണമെങ്കിൽ വാളുകൊണ്ട് വെട്ടിയാൽ പോരെ, അമ്പെയ്യാൻ പറയുമായിരുന്നില്ലേ? പക്ഷേ ഈ കുറ്റം അത്രക്ക് മോശമാണെന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ നിയമം, വിവാഹം ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന ശിക്ഷ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലലാണ്. അങ്ങനത്തെ തിന്മകൾ നടമാടുന്ന സമൂഹത്തിലാണ് മുസ്ലിമേ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചോ. തിന്മകൾ കാരണം പ്രലോഭിക്കപ്പെടുന്ന കാലമാണിത്. മുഅ്മിനീങ്ങൾ തിന്മകളെക്കുറിച്ച് പേടിക്കണം, തെറ്റുകൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് പേടിക്കണം. ആ പേടി കൊണ്ടാണ് ഗാമിദി കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് വ്യഭിചരിച്ച് ഗർഭം ധരിച്ച പെണ്ണ് വന്നപ്പോൾ അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ എന്നെയും എറിഞ്ഞു കൊന്നേക്കിൻ നബിയെ, ഞാനത് ചെയ്തു പോയിട്ടുണ്ട് നബിയെ, എന്നെ ശുദ്ധിയാക്കി തരിൻ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രസവിച്ചിട്ട് വരിൻ. പ്രസവിച്ച് ചോര പൈതലുമായി വന്ന ഈ പെണ്ണ് പറഞ്ഞു, നബിയെ ശുദ്ധിയാക്കണം, നബിയെ ശുദ്ധിയാക്കണം എന്നെ. ഇസ്ലാമിൻ്റെ കോടതിക്ക് മുമ്പിൽ 4 സാക്ഷികളാൽ വിസ്തരിക്കപ്പെടുകയോ സ്വയം കുറ്റം സമ്മതിക്കുകയോ ചെയ്താൽ കോടതി നടപ്പാക്കുന്ന ശിക്ഷയാണിത്. വ്യഭിചരിച്ചതെങ്കിലൊക്കെ എറിഞ്ഞു കൊല്ലപ്പെടണമെന്നില്ല. നിങ്ങളും അള്ളാഹും തമ്മിൽ തൗബ ചെയ്ത് മടങ്ങിൻ, അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിൻ, നിങ്ങളും റബ്ബും മാത്രം അറിയുന്ന രീതി കരഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിൻ, അള്ളാഹു പുറത്തു തരും. ചോര പൈതലുമായി വന്ന പെണ്ണിനോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് പാലല്ലാത്ത റൊട്ടിയൊക്കെ കഴിക്കാൻ പ്രായമാകുമ്പോൾ വരിൻ. 6 മാസം പ്രായമായ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കൊടുത്തിട്ട് പെണ്ണ് വന്നു, നബിയെ എന്നെ ശുദ്ധിയാക്കി തരണം. അങ്ങനെ സമ്മതിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ദയ കാണിക്കാൻ പറ്റുമോ? ഇത് അള്ളാഹുവിൻ്റെ നിയമമല്ലേ? എറിഞ്ഞു കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ആ ഗാമിദി കുടുംബത്തിൽപ്പെട്ട പെണ്ണ് ദുനിയാവെന്ന് ശിക്ഷ വരിച്ചു പോവുകയാണ്. നാളെ പരലോകത്തേക്ക് എത്തുമ്പോൾ അല്ലാഹുവേ, ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ. ഒരു കുറ്റത്തിന് 2 തവണ അല്ലാഹു ശിക്ഷിക്കാത്ത വിധം ഈ ഉമ്മത്തിന് അല്ലാഹു കരുണ ചെയ്തിട്ടുണ്ടല്ലോ. ആ കരുണയിൽ ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയെങ്കിലോ? യാ അല്ലാഹ്, മുഅ്മിനെ പേടിക്കുന്നുണ്ടോ? മുഅ്മിനെ പേടിക്കുന്നുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ അവർ ഖലീഫയായിരുന്ന സമയത്ത് 1-ാമത്തെ സഫിൽ വന്നിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ കാന യഉദ്ദുഹു മിൻ അസ്ലഹിഹിം, സ്വഹാബികളിൽ താബിഈങ്ങളിൽ ഏറ്റവും പ്രഗൽഭനും നല്ല മനുഷ്യനുമാണെന്ന് ഉമർ തങ്ങൾ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ. പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എവിടെ ആ ചെറുപ്പക്കാരൻ? അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്നപ്പോൾ ഉമർ തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന്. അപ്പോഴാണ് വിവരം അറിയുന്നത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത്? പള്ളിയിൽ നിന്ന്. സിനിമ കഴിഞ്ഞ് വരില്ല, പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നല്ല ചെറുപ്പക്കാരൻ. മുസ്ലിമെ പേടിക്കണം, മുഅ്മിനെ. ഇബ്ലീസ് ഭയങ്കര സ്മാർട്ടാണ്, നമ്മളെക്കാൾ സ്മാർട്ടാണ് ഇബ്ലീസ്, ഇത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ തടി അങ്ങ് നശിപ്പിച്ചാൽ എന്നേക്കുമുള്ള അള്ളാഹിന്റെ ജന്നത്തുൽ ഫിർദൗസാണ് നഷ്ടപ്പെടാനിരിക്കുന്നത്. അത് നഷ്ടപ്പെടണം എന്നാ ഇബ്ലീസിന്റെ ഉദ്ദേശം. അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് ചെയ്യ് പിന്നാലെ കൂടി നടക്കുക, നീ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാവൽ തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, നമ്മുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ഫഅറളത് ലഹു ഇംറഅ, ഒരു പെണ്ണ് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചെറുപ്പക്കാരനോട് പറഞ്ഞു. അല്ലാമ ഇബ്നുൽ ജൗസി തന്റെ കിതാബിൽ രേഖപ്പെടുത്തി ദംബുൽ ഹവായിൽ രേഖപ്പെടുത്തുന്നുണ്ട് സംഭവം.
എന്ന് പറഞ്ഞു? തോന്നിവാസത്തിലേക്ക് വിളിച്ചു, വിചാരത്തിലേക്ക് വിളിച്ചു. ഇവൻ പറഞ്ഞു ഞാനില്ല. അവള് പറഞ്ഞു ഞാൻ വിടില്ല. ഇവന്റെ പിന്നാലെ കൂടി പിശാചും കൂടെ കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റയ്ക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ ഓർമ്മ വന്നു. ഇവിടെ ബോധം കെട്ടു വീണു. ഒരൊറ്റ ഓർമ്മയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനർ റഹ്മാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. എന്തൊരു അത്ഭുതമുള്ള ആയത്താണിത്. ആയത്തിനർത്ഥം ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആർക്ക്? മുത്തഖീങ്ങൾക്ക്. യാ അല്ലാഹ്, മുത്തഖീങ്ങൾക്കും വരാം. നല്ല പടച്ചോനെ പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ, അവർക്കും വരാം ഈ അപകടങ്ങൾ. മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം, എപ്പോഴെങ്കിലും സംഭവിക്കാം. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ, അങ്ങനെ മുത്തഖീങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ വന്നാൽ, തിന്മയുടെ ചിന്തകൾ വന്നാൽ, തദക്കറൂ, അവരന്നേരം ഓർക്കുന്നവരാണ്. അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും. അല്ലാഹ്, ഞാൻ എന്താ റബ്ബേ ചെയ്യാൻ പോകും? എന്താണ് പടച്ചവനെ ഞാൻ ചിന്തിക്കുന്നത്? പടച്ചവനെ എനിക്ക് പുറത്തു തരണേ. ഫഇദാഹും മുബ്സിറൂൻ, ഉടനെ തന്നെ അവർക്ക് കണ്ണു തുറക്കും. അങ്ങനത്തെവരാ മുത്തഖീങ്ങൾ. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും. പിശാചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരന് ഓർമ്മ വന്നു, ഈ ചെറുപ്പക്കാരന് ബോധം വന്നു. അപ്പോൾ ബോധം വന്നതും ഇയാൾ ബോധം കെട്ടു വീണു. അള്ളാഹിനെ പറ്റി ഓർമ്മ വന്നു, തിന്മയിലേക്ക് പോവുക. ബോധം പോയപ്പോൾ ഈ പെണ്ണും തൻ്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങിപ്പിടിച്ചിട്ട് ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി. അപ്പോൾ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ്. മോൻ എവിടെ പോയി? മക്കൾ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ലേറ്റ് ആവരുത്. അതാണ്, അതൊക്കെ ലേറ്റാവുന്ന പിശാചാണ്. തോന്നിയ നേരത്ത് വീട്ടിൽ കയറി വരിക, അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ്. വല്യാപ്പ അങ്ങനെ കാത്തിരിക്കുക. അപ്പം ഈ വല്യാപ്പ മോനെ ഇവർ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാ. എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടിക്ക് പറ്റിയത് അറിയില്ല, അവിടെ ബോധം കെട്ട് വീണ് കണ്ടെന്നു, ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എവിടെ? ഇവർ പഴപ്പിക്കാൻ കൊണ്ടുപോയതാ. മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, വാപ്പാ, ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ അമീറുൽ മുഅ്മിനീനോടൊന്ന് ചോദിക്കണം, എന്താണ് മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹ്? അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമീറുൽ മുഅ്മിനീനോട്. മോനോട് പറഞ്ഞു, മോനെ കഥ പറയിൻ, എന്താ മോനെ പറ്റിയത്? വാപ്പ എന്നോട് ചോദിക്കല്ലിൻ, മോൻ പറ, മോൻ എന്ത് പറ്റി? കഥ പറഞ്ഞു കൊടുത്തു. വാപ്പ ഇത് കേട്ടിട്ട് മോൻ്റെ റിക്വസ്റ്റ് അമീറുൽ മുഅ്മിനീനെ അറിയിക്കാൻ പോയപ്പോഴേക്കും മരണത്തിന്റെ വേദന വന്നു. ഉടനെ തന്നെ മരിച്ചു പോകുന്നു ഈ ചെറുപ്പക്കാരൻ. വല്യാപ്പ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. ഉമർ ഫാറൂഖ് തങ്ങളെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക്. അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവർ കഥ കേട്ടിട്ട് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഖബറിലേക്ക് വെച്ച് ഉമർ ഫാറൂഖ് തങ്ങളും സ്വഹാബികളും ഈ ചെറുപ്പക്കാരനെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട്. എനിക്കെന്താണ് അള്ളാഹിനെ ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂ ഉപ്പാ. ഉമർ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ, ചെയ്യാത്ത പെൺകുട്ടി,
തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ എൻ്റെ സഹോദര, നിനക്കല്ലാഹു നൽകുന്നത് 2 സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ? ഈ വാക്കിങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉമറുൽ ഫാറൂഖ് എന്നവരും അസ്ഹാബും കേൾക്കുന്നത് ബലാ ഖദ് വജത്തുഹുമാ, അമീറുൽ മുഅ്മിനീൻ, ആ 2 സ്വർഗം എനിക്കെന്റെ റബ്ബ് നൽകിക്കഴിഞ്ഞു. മരണത്തിന് ശേഷം, മരിച്ചു പോയതിന് ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു അബി ദുനിയ അവരുടെ കിതാബുൽ മഖാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു. സുബ്ഹാനല്ലാഹ്, മരണത്തിന്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത്. കിട്ടി, എനിക്ക് 2ഉം അല്ലാഹു തന്നു, 2 സ്വർഗം തന്നിരിക്കുന്നു, അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ പേടിക്കേണ്ടവരാ, നന്നായി പേടിക്കേണ്ടവരാ. മുഅ്മിനെ ആണും പെണ്ണും പേടിക്കണം. ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കഥ അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നുണ്ട്. അവര് റോമക്കാരോട് പടപൊരുതാൻ പോയതാണ്. റോമക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ റോമക്കാരുടെ കോട്ടകൾ പിടിച്ചടക്കി ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോൾ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തിന്മ വരികയാണ്. റോമക്കാരികളെന്ന് ക്രിസ്ത്യാനികളാണ്. അവരിൽപ്പെട്ട ഒരു പെണ്ണ് തൻ്റെ ബാൽക്കണിയിലൂടെ മുഖം കാണിച്ച് പുറത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ടപ്പോഴേക്കും അതിൽ മയങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ. അതല്ലേ ഇന്ന് നടക്കുന്നത്, ഇന്നത്തെ കഥ അതല്ലേ. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ വയ്യ, കോളേജിലേക്ക് പോകാൻ വയ്യ. എന്താ നമുക്ക് അല്ലാഹു നൽകിയ കമ്മ്യൂണിക്കേഷൻ മീഡിയകൾ, നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ അടക്കം നിങ്ങൾ ഉപയോഗിക്കുന്ന തിന്മക്കാണെങ്കിൽ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിച്ചോ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചോ, തിന്മ ചെയ്യാനോ വളർത്താനോ ആണെങ്കിൽ ആണേ പെണ്ണെ, അള്ളാഹുവിനെ മുൻനിർത്തി ഈ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൈകളിൽ അള്ളാഹു തരുന്ന ഫോണും അള്ളാഹു തരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ, ഇത് അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. എത്ര നന്മകൾ പഠിക്കാൻ പറ്റും, എത്രയേറെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പറ്റും. അതിൻ്റെ ഒക്കെ പകരം അശ്ലീലമായത് കാണുവാനോ അയച്ചു കൊടുക്കാനോ കമന്റ് ചെയ്യാനോ മറുപടി പറയാനോ, നിക്കാഹിന്റെ ബന്ധമില്ലാതെ ഒരന്യാണിനോടോ പെണ്ണിനോടോ സംസാരിക്കുന്നതോ, നീ കഥ പറയുന്നതോ, മെസ്സേജ് അയക്കുന്നതോ, കമന്റ് ചെയ്യുന്നതോ, നീ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യുന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റാണ്, കുറ്റമാണ്, തിന്മയാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങേണ്ടി വരും, പൊറുക്കലിന് ചോദിക്കേണ്ടി വരും. ഒരൊറ്റ പെണ്ണ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു അബ്ദുറഹ്മാൻ ചോദിച്ചു, കൈഫസ് സബീലു ഇലൈകി, എനിക്കെങ്ങനെ നിന്നെ പ്രാപിക്കാൻ പറ്റും? അവൾ പറഞ്ഞു, തനസ്വർ, നീ ക്രിസ്ത്യാനിയാവണം. ഉടനെ തന്നെ തൻ്റെ കഴുത്തിലേക്ക് ക്രിസ്ത്യാനിയുടെ കുരിശിന്റെ മാലയണിഞ്ഞ് ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് കേവല പെണ്ണിന് വേണ്ടി ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടിപ്പോയൊരു മനുഷ്യന്റെ കഥ നമ്മുടെ ആലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ഇന്നും നടക്കണില്ലേ? ഹിന്ദു പെണ്ണിന്റെ കൂടെ നടക്കുന്നവർ, ഹിന്ദുവിന്റെ കൂടെ പോയിട്ട് മുസ്ലിം പെൺകുട്ടി ഹിന്ദുവായി മാറുന്നത് മഅദല്ലാഹ്. മുസ്ലിമായൊരു മനുഷ്യൻ ഇസ്ലാം ഉപേക്ഷിച്ചു പോയാൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ, മിനിമം ശിക്ഷ അൽ ഖത്ലു, വധമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്താണെന്നറിയോ? ലോകത്തെ മറ്റു മനുഷ്യരോട്, അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് ഇവൻ വിളിച്ചു പറയുന്നത്, ഇവൾ വിളിച്ചു പറയുന്നത് ഇസ്ലാമിനേക്കാളും മെച്ചമുണ്ടെന്ന് ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ടെന്ന പച്ചക്കള്ളമാണ്. അതിന് കൊടുക്കുന്ന ശിക്ഷയാണത്. തനസ്വർ, കുരിശുമാലയണിഞ്ഞ് ഈ പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. മുസ്ലിമീ